പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രമിൻ്റെ കേസിൻ്റെ വിധി അറിയുന്നതിനായി എല്ലാവരും കോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വിക്രമിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നു. ജഡ്ജ് വിക്രമിനോടായി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വക്കീൽ ഹാജരായിട്ടുണ്ടോ? ഇല്ല എന്ന് വിക്രം പറയാൻ തുടങ്ങുമ്പോഴേക്കും യെസ് യുവർ ഓണർ, വിക്രമിൻ്റെ വക്കീൽ ഞാനാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശങ്കരനാരായണൻ ഒരു മാസ് എൻട്രി തന്നെ നടത്തുക കേട്ടോ. ശങ്കരനാരായണനെ കണ്ടതും എല്ലാവരും അന്തം വിട്ട് നിൽക്കുക. ഇത്രയും നാൾ വിക്രമിൻ്റെ ശത്രുവായിരുന്ന ആൾ ഇതെങ്ങനെ ഇപ്പോൾ വിക്രമിൻ്റെ വക്കീലായി വന്നു എന്നുള്ള ചിന്തയിൽ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വിക്രമും അന്തം വിട്ട് നോക്കുന്നുണ്ട് നമ്മുടെ ശങ്കരനാരായണനെ തന്നെ. ആർക്കും തന്നെ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാവരുടെയും മുഖത്ത് പല ഭാവങ്ങളിങ്ങനെ മിന്നി മറയുന്നു. ജഡ്ജ് ശങ്കരനാരായണനായി പറയുന്നു, യെസ് ശങ്കർ സാർ, നിങ്ങൾ എതിർകക്ഷിയെ വിചാരണ ചെയ്തോളൂ എന്ന് പറയാണ്. അപ്പോൾ ശങ്കരനാരായണൻ എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, ഞാനിപ്പോൾ എന്നെ സാർ എന്ന് വിളിക്കേണ്ട, ഞാൻ ഇപ്പോൾ വെറും ഒരു വക്കീലാണ്. ഈ കേസിനെ കുറിച്ച് എനിക്ക് പഠിക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സമയം അനുവദിച്ചു തരണമെന്ന് ശങ്കരനാരായണൻ പറയുന്നുണ്ട്. ഓക്കെ, എങ്കിൽ ഈ കേസിൻ്റെ വിചാരണ നമുക്ക് നാളത്തേക്ക് മാറ്റിവെക്കാമെന്ന് ജഡ്ജ് പറയുകയാണ്. അങ്ങനെ എല്ലാവരും കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ശ്രീനി സാറ് വേഗം തന്നെ വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് സന്തോഷത്തോടു കൂടി വിക്രമിനോട് പറയുന്നുണ്ട്, അതെ വിക്രം, എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. ഇത്രയും നേരം ഞാൻ എന്തൊരു വിഷമത്തോടെ അവിടെ ഇരുന്നതെന്ന് അറിയാമോ? പക്ഷേ നമ്മുടെ ശങ്കർ സാറാണ് നിൻ്റെ കേസ് വാദിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞതുമുണ്ടല്ലോ. എനിക്ക് വളരെ സന്തോഷമായി. അദ്ദേഹം വാദിച്ച ഒരു കേസും ഇന്നേ വരെ തോറ്റിട്ടില്ല. എല്ലാം ജയിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ. ഇനി ഒന്നുകൊണ്ടും നമ്മൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ശ്രീനി സാറ് പറയുകയാണ്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അതെ, നിങ്ങൾ എന്ത് കരുതിയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇതേ അവരച്ഛനും മോളുമുള്ള തമ്മിലുള്ള എന്തോ ഒരു ഒത്തുകളിയാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നതെന്ന് പറയാണ്. അപ്പോൾ ശ്രീനി സാറ് പറയുന്നുണ്ട്, അതെ വിക്രം, നിന്നെയൊന്നും മിണ്ടാതിരിക്കെ, അങ്ങനെയൊന്നുമില്ല. അദ്ദേഹമുണ്ടല്ലോ, അദ്ദേഹം സത്യത്തിനും നീതിക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമ്മൾ ഒന്നും തന്നെ സംശയിക്കേണ്ടതില്ല. അദ്ദേഹം നമ്മളെ സംരക്ഷിക്കും എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇൻസ്പെക്ടർ സാർ വരുന്നുണ്ട്. എന്താ ഇവിടെ എല്ലാവരും സംസാരിച്ച് നിൽക്കുവാണോ? അല്ലെങ്കിൽ എല്ലാവരും അങ്ങോട്ട് മാറി നിൽക്ക്, ഇവനെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് എത്തിക്കേണ്ടതാണ് എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശങ്കരനാരായണൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അതെ ഇൻസ്പെക്ടർ, എനിക്ക് എൻ്റെ കക്ഷിയുമായി അല്പം സംസാരിക്കാനുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഓക്കെ സാർ എന്ന് പറയുക കേട്ടോ. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നുണ്ട്. ശങ്കരനാരായണൻ വിക്രമിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഒരു നിമിഷം രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ശങ്കരനാരായണൻ വിക്രമിനോടായി പറയുന്നുണ്ട്, അതെ, എനിക്ക് നിന്നോട് ഈ കേസിനെ കുറിച്ച് അല്പം സംസാരിക്കാനുണ്ട്. അതിന് പറ്റിയ സ്ഥലം ഇതല്ല. നിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയല്ലേ, ഞാൻ അവിടെ വെച്ച് അങ്ങോട്ട് വേക്കി വരാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന വിക്രം പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് എന്താ നിങ്ങൾ ചോദിക്കാൻ പോകുന്നതെന്നൊക്കെ അറിയാം, പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും തന്നെ സംസാരിക്കാനില്ല എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, നിനക്കിതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നറിയാമോ? ഇതിന് ഇരട്ട ജീവപര്യന്തം വരെ നിനക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ശരി, കിട്ടിക്കോട്ടെ, ഒരു കുഴപ്പവുമില്ല. ഇരട്ട ജീവപര്യന്തമാണെങ്കിലും ഇനി തൂക്കുകയറാണെങ്കിലും അത് ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഞാൻ ഒരിക്കലും പറയത്തില്ല. അതിനാരും എന്നെ അതിനെപ്പറ്റി ചോദിക്കുകയും വേണ്ട. എവിടെ വെച്ചിട്ടാണെങ്കിലും, ഇവിടെ വെച്ചായാലും അവിടെ വെച്ചായാലും ഞാൻ പറയത്തില്ല എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ദർശനും പറയുന്നുണ്ട്. ശങ്കരനാരായണൻ്റെ ഒപ്പം ദർശൻ വന്നിട്ടുണ്ട്. അങ്ങനെ ദർശൻ ചോദിക്കുന്നുണ്ട്, അതെ വിക്രം, നീ എന്തിനാണ് ഇത് പറയാൻ വേണ്ടി മടിക്കുന്നത്? ഒരു ഡോക്ടറോടും ഒരു വക്കീലിനോടും കള്ളം പറയാൻ പാടില്ല എന്നാണ് പറയാറുള്ളത്. ഇനി പറയുന്ന വിവരങ്ങളൊന്നും തന്നെ ഞങ്ങൾ പുറത്ത് പറയത്തില്ല. ഇത് കേസിൻ്റെ ഭാഗമായിട്ടാണ് നിന്നോട് ചോദിക്കുന്നത്. അവിടെ സംഭവിച്ചത് എന്താണ്, അവിടെ അടിപിടി നടക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന വിക്രം വീണ്ടും പറയുന്നുണ്ട്, എന്നെക്കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഉറപ്പായും പറഞ്ഞേനെ. പക്ഷേ ഇത് അതല്ല, മറ്റൊരാളെക്കുറിച്ചാണ് ഞാൻ പറയേണ്ടി വരിക. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനും പറയാനും ഒന്നും തന്നെ ഇല്ല എന്ന് പറയുകയാണ്. പിന്നീട് വിക്രം ശങ്കരനാരായണനോടായി പറയുന്നുണ്ട്, അതെ,
ഞാൻ കേട്ടു നിങ്ങളെക്കുറിച്ച്. ഇത്ര നാളും നിങ്ങൾ വാദിച്ചിട്ടുള്ള ഒരു കേസും തന്നെ തോറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിങ്ങൾ തോൽക്കാനായി പോവുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഏറ്റെടുത്ത് വാദിക്കണോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. ഇത് കേൾക്കുന്ന ശങ്കരനാരായണൻ ഒരു പുഞ്ചിരിയോടുകൂടി വിക്രമിനോട് പറയുന്നുണ്ട്, അതെ, അപ്പോൾ എന്നെക്കുറിച്ചെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നു അല്ലേ? അപ്പോൾ നീ ഉദ്ദേശിക്കുന്നത് ഈ കേസിൽ ഞാനും തോൽക്കുമെന്നാണോ? എന്നാൽ നീ കേട്ടോ, ഞാൻ ചെയ്യാൻ പോകുന്നതെന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നതും നീ കാണ് എന്നും പറഞ്ഞുകൊണ്ട് ശങ്കരനാരായണൻ നമ്മുടെ ദർശനം കൊണ്ട് അങ്ങ് കാറിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് വേദ ഓടി വരുന്നുണ്ട്. അച്ഛാ, എനിക്ക് അച്ഛനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ്. ഇത് കാണുന്ന കേൾക്കുന്ന നമ്മുടെ ശങ്കരനാരായണൻ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. വേദയെ കാണുന്നുണ്ടെന്ന് ഇനി നടിക്കുന്നില്ല. ദർശനോടായി പറയുന്നുണ്ട്, ദർശ, എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്, പെട്ടെന്ന് തന്നെ എനിക്ക് പോകണം എന്നും പറഞ്ഞുകൊണ്ട് നേരെ കാറിലേക്ക് കയറി പോവുകയാണ്. പിന്നീട് കമലാമ്മയാണ് കാണിക്കുന്നത്. കമലാമ്മ ശ്രീജയോട് പറയുന്നുണ്ട്, അതെ ശ്രീജ, എനിക്ക് വേദയുടെ അച്ഛനെ കണ്ടപ്പോഴാട്ടോ സമാധാനമായത്. എന്തായാലും ഞാൻ ചെയ്ത പുണ്യമാണോ? ഞാൻ വിളിച്ച ഏതോ ദൈവം എൻ്റെ വിളി കേട്ടു. ഏത് ദൈവമാണെന്നൊന്നും എനിക്കറിയാം. ഞാൻ ഒരുപാട് വഴിപാടുകൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനുള്ള ഫലം കാണാൻ പോവുകയാണല്ലോ. ദൈവത്തിന് നന്ദി എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീജ പറയുന്നുണ്ട്, അമ്മ സമാധാനമായിട്ട് ഇരിക്കുക. ഞാൻ എല്ലാവരോടും ചോദിച്ചു വക്കീലിനെ കുറിച്ച്. വക്കീലിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? അദ്ദേഹം വാദിച്ചിട്ടുള്ള ഒരു കേസും ഇന്ന് വരെ തോറ്റിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉറപ്പായും നമ്മുടെ വിക്രം രക്ഷപ്പെടും അമ്മേ എന്ന് പറയാട്ടോ. ഇത് കേൾക്കുന്ന നമ്മുടെ കമലാമ്മയ്ക്ക് സന്തോഷമാവുകയാണ്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം കമലാമ്മ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പത്മയും മുത്തശ്ശിയും കൂടിയും വരുന്നുണ്ട്. കമലാമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെ, ഇപ്പോൾ സന്തോഷമായില്ലേ? എൻ്റെ മകൻ ഈ കേസ് ഏറ്റെടുത്തു എന്ന് വെച്ചാൽ ഇത് ജയിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. അവൻ ഇന്നേ വരെ ഒരു കേസിലും തോറ്റിട്ടില്ല. നമ്മുടെ വിക്രം രക്ഷപ്പെടും എന്ന് പറയാണ്. അങ്ങനെ കമലാമ്മയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ആശ്വാസമാവുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വേദ വരുന്നുണ്ട്. വേദയെ കണ്ടതും കമലാമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. പക്ഷേ പത്മയും മുത്തശ്ശിയും കൂടി വേദയുടെ അടുത്ത് സംസാരിക്കുകയാണ്. അതെ വേദ, നിനക്കറിയില്ലേ നിൻ്റെ അച്ഛനെക്കുറിച്ച്? നിൻ്റെ അച്ഛനൊരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ന്യായമുണ്ടാവും, ഒരു നീതി ഉണ്ടാവും. നിൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് തന്നെയായിരിക്കും സത്യം. അപ്പോൾ വിക്രം ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ എന്തിനാ വേദ നീ ഇതിൻ്റെ പിറകെ നടക്കുന്നത്? നീ ഈ കേസിൽ നിന്നും പിന്മാറ് എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന വേദ പറയുന്നുണ്ട്, അതെ, ഞാൻ എൻ്റെ പക്ഷത്തുള്ള ന്യായത്തിൻ്റെ പിന്നാലെ തന്നെയാണ് പോവത്തുള്ളൂ. ഞാൻ സത്യം എന്താണോ കണ്ടത് അതവിടെ തുറന്നു പറയും. എൻ്റെ അച്ഛൻ തന്നെയാണ് എന്നെ സത്യം മാത്രമേ പറയാൻ പാടൂ എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എന്ത് ന്യായത്തിൻ്റെ പിറകെ എന്ത് ന്യായത്ത് കൊണ്ടാണാവോ ഈ റൗഡിയുടെ പിറകെ അച്ഛൻ ഇപ്പോൾ പോകുന്നത്, റൗഡിക്ക് വേണ്ടി വാദിക്കാൻ പോകുന്നത്? അതാണിപ്പോൾ എനിക്ക് അറിയാത്തത് എന്ന് പറയുന്നുണ്ട് വേദ. പിന്നീട് വർഷ ശ്രീയെ കണ്ടതും എല്ലാം തുറന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രീ കലിതുള്ളി നിൽക്കുകയാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് അച്ഛനാണ് വിക്രമിൻ്റെ കേസ് വാദിക്കാൻ പോകുന്നുള്ള സത്യമൊക്കെ അറിഞ്ഞതുകൊണ്ട് വളരെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശങ്കരനാരായണനാണെങ്കിൽ നല്ല ഹാപ്പി മൂഡിലാട്ടോ വീട്ടിലേക്ക് വന്ന് കയറുന്നത്. പത്മയെ കണ്ടതും പറയുന്നുണ്ട്, പത്മ, നീ വേഗം എനിക്ക് പലഹാരവും ചായയും എടുത്തുകൊണ്ട് റൂമിലേക്ക് വാ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്, ഞാനൊന്ന് കുളിച്ച് റെഡിയായിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ എന്ന് പറഞ്ഞ് എന്നത്തേക്കാളും പതിവേലും നല്ല ഹാപ്പി ആയിട്ടാണ് ശങ്കരനാരായണൻ സംസാരിക്കുന്നത്. ഇത് കാണുമ്പോൾ പത്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ നല്ല സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ശ്രീ അച്ഛനോടായി ചോദിക്കുന്നുണ്ട്, അച്ഛനാണോ വിക്രമിൻ്റെ കേസ് വാദിക്കുന്നത്? ഇത് എന്തുദ്ദേശത്തിലാച്ചാ? അവൻ തെറ്റ് ചെയ്തതാണെന്നും പറഞ്ഞുകൊണ്ടല്ലേ വേദ അതിന് എതിരായി വന്നിരിക്കുന്നത്. എന്നിട്ട് അച്ഛൻ എന്തിനാ ആ റൗഡിയെ സംരക്ഷിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അതെ, വിക്രം എൻ്റെ ഒരു ക്ലയൻറ്റ് മാത്രമാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വാദിക്കാൻ എൻ്റെ കേസ് വാദിച്ച് ഞാൻ ജയിക്കും. പിന്നെ നിങ്ങളെന്നെ നീതിയും വകുപ്പൊന്നും പഠിപ്പിക്കാൻ വരണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ ആരെയും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ശങ്കരനാരായണൻ റൂമിലേക്ക് പോവാണ്.